രാഹുൽ ഗാന്ധി തൻ്റെ ഒറിജിനൽ കാർഡ് ഒന്ന് പൊടി തട്ടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അഡാനിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അഡാനി ഈ അവിടെ വർഷം എത്രയാണെന്നറിയാമോ? ഈ അഴിമതി ആരോപണം, തൊട്ടാൽ അഴിമതി ആരോപണമാണ്. ധാരാവി സ്ലം ഉണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ സ്ലമ്മാണിത്. സ്ലം ഡോഗ് മില്യനെയർ, മറ്റേ സിനിമ ഓസ്കാറൊക്കെ കിട്ടിയ സിനിമ, ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ധാരാവി അധോലോകമുണ്ട്, നമ്മൾ കാണുന്ന കുടിലുകളുണ്ട്. ആ കുടിലുകൾ പലതും AC കുടിലുകളാണ്. എല്ലാം അങ്ങനെയാണെന്ന് വിചാരിക്കും, ടിൻ ഷീറ്റ് ആയിരിക്കും, ബട്ട് അകത്ത് AC അത് ഇതൊക്കെ ഇപ്പോൾ പ്രൈം ലാൻഡാണത്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തിട്ട് നേരെ ആളുകൾക്ക് താമസിക്കാനുള്ള പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് തുടങ്ങിയത് മുതൽ ഇതിൻ്റെ കൂടെ അഴിമതി ആരോപണമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ കണ്ടിട്ടില്ലേ, കേരയിൽ എന്ന് പിണറായി വിജയൻ പറയുന്നതിന് മുമ്പ് അഴിമതി. ഇതുപോലത്തെ മെഗാ പ്രോജക്റ്റ് വരുമ്പോൾ അതിൻ്റെ കൂടെ അതാർക്ക് നിങ്ങൾ കോൺട്രാക്റ്റ് കൊടുത്താലും അഴിമതിയാണെന്ന് പറയും. അദാനിക്ക് കൊടുത്താലും അഴിമതി, അംബാനിക്ക് കൊടുത്താലും അഴിമതി, ഭവാനിക്ക് കൊടുത്താൽ അഴിമതി, നാരായണിക്ക് കൊടുത്താൽ അഴിമതി, ആർക്ക് കോൺട്രാക്റ്റ് കൊടുത്താലും അഴിമതി. അപ്പോൾ ഇത് ഒരു കൺവീനിയൻറ്റ് വെപ്പണാണ്. ധാരാവി വിറ്റ് കാശാക്കുന്നു, രാജ്യം വിറ്റ് കാശാക്കുന്നു. സ്വീപ്പിംഗ് അലിഗേഷൻസ് ഉണ്ടല്ലോ അങ്ങയുടെ. എല്ലാ എയർപോർട്ടും അദാനിയുടെ കയ്യിലായി. ചുമ്മാ അങ്ങ് പറഞ്ഞേക്കാണ്. എയർപോർട്ടിൻ്റെ ട്രിവാൻഡ്രം എയർപോർട്ട് അദാനി കൊണ്ടുപോയി, അവിടെ തന്നെ ഇരിപ്പുണ്ട് എയർപോർട്ട്, ബട്ട് അദാനി കൊണ്ടുപോയി. എങ്ങനെ, എന്ത് കൊണ്ടുപോയി? ഈ എയർപോർട്ടിൻ്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സിസ്റ്റം കോൺട്രാക്റ്റ് കൊടുക്കും. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ആ സ്റ്റാഫ് വേണമല്ലോ, അതിന് ലഗേജ് കൊണ്ടുവരും, അത് ചെയ്യുമ്പോൾ വണ്ടി, കാറ്ററിങ്, ഇത് ഒരുപാട് ജോലികളുണ്ട് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്. ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കോൺട്രാക്റ്റ് കൊടുക്കും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ആ കോൺട്രാക്റ്റിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും ചെയ്യാം, പ്ലസ് ഞാൻ ഇത്ര രൂപ അങ്ങോട്ട് തരാം. ഇങ്ങനെ കോട്ട് ചെയ്യാനായിട്ട് മത്സരം. കേരള സർക്കാരും മത്സരിച്ചു. കേരള സർക്കാരിനേക്കാൾ കൂടുതൽ കാശ് അദാനി തരുമെന്ന് പറഞ്ഞു. അദാനി കോൺട്രാക്റ്റ് കൊടുത്തു. കേരള സർക്കാർ പറഞ്ഞു അതൊന്നും പറ്റുമൊന്നുമില്ല, ഇത് ഞങ്ങൾക്ക് തന്നെ വേണം, ഈ ടെൻഡറിങ് പ്രോസസ്സേ ശരിയല്ല, സർക്കാർ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ടെൻഡർ ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതി പറഞ്ഞു, അല്ല, ടെൻഡർ ചെയ്യാൻ പാടില്ലെങ്കിൽ നിങ്ങൾ പങ്കെടുത്തത് എന്തിനാ? നിങ്ങൾ അന്നേ പറയണം ഈ ടെൻഡർ മര്യാദയ്ക്ക് ക്യാൻസൽ ചെയ്തോ, ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട് ഇത് നടത്താൻ, ടെൻഡറും കിൻഡറും ഒന്നും കൊടുക്കുന്നില്ല, ഞങ്ങളങ്ങ് ചെയ്തോളാം എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ കോടതിക്ക് അത് മനസ്സിലാവും. അത് ന്യായമാണോ അല്ലേ എന്നുള്ളത് വേറെ ചോദ്യം, ബട്ട് യു ഹാവ് എ പോയിൻ്റ് ദെയർ. ഇത് ടെൻഡറിൽ മത്സരിച്ച് തോറ്റു കഴിഞ്ഞപ്പോൾ ടെൻഡറേ പാടില്ലായിരുന്നു എന്ന്. പരീക്ഷയിൽ തോറ്റവൻ പറയുകയാണ് ഈ പരീക്ഷ തന്നെ നിർത്തിവെക്കണം എന്ന് പറയുന്ന പോലെ ഹൈക്കോടതി പറഞ്ഞു നടക്കില്ല. ഇങ്ങനെയാണ് അത് അദാനിയുടെ കയ്യിൽ പോയി. ഇതുപോലത്തെ ഈ അർത്ഥശൂന്യമായ ആർഗ്യുമെൻറ്റ്സ് പെട്ടെന്ന് ആളുകൾക്ക് തോന്നും, എല്ലാം കൂടെ അദാനിക്ക് പറ്റും. ആദ്യമൊക്കെ അത് ക്ലിക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഈ അദാനി എന്ന് ജപിക്കുന്നത് എത്ര കാലമായി? ഭാരത് ജോഡോ യാത്രയുടെ കാലം മുതൽ തുടങ്ങിയതാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞു, വഴിനീളെ ആൾക്കാർ എന്നോട് പരാതി പറഞ്ഞു അദാനിയെ പറ്റി. വഴിനീളെ, എൻ്റെ ദൈവം, വായിച്ചെത്തി അദാനിയെ കണ്ടിട്ടുണ്ടോ TV-യിലല്ലാതെ? ഇല്ല, ഞാനും കണ്ടിട്ടില്ല. ഇതുപോലത്തെ പണക്കാരെയൊക്കെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? TV-യിൽ കാണാൻ പറ്റും. അദാനി, അംബാനി പോട്ടെ, മലയാളിയാണല്ലോ യൂസഫ് അലി നേരിട്ട് ഞാനിന്ന് വരെ കണ്ടിട്ടില്ല. അത് ലുലുമാളിൽ പോയി നോക്കി അങ്ങനെ അവിടെ ഇരിക്കുകയാണോ കൗണ്ടറിൽ? എന്തായാലും അതുപോലെ അദാനി കോൺട്രാക്ട്, അദാനി ഇപ്പോൾ അവിടെയൊന്നുമില്ല. ദർ ഈസ് എ കമ്പനി, മേ ബി അതിൻ്റെ 28% ഷെയർ അദാനിക്ക്, മറ്റേത് വേറൊരാൾക്ക് ലാർസൻ ആൻഡ് ടൂബ്രോയ്ക്ക്, ഇങ്ങനെയൊക്കെയല്ലേ ബിസിനസ് നടക്കുന്നത്. ആൻഡ് രാഹുൽ ഗാന്ധി ഈസ് ബ്ലിസ്ഫുള്ളി അവെയർ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ. അപ്പോൾ അതിന് അദാനി എടുത്തു. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ അത് ലാസ്റ്റ് മിനിറ്റിൽ ഇന്നലെ വന്നിട്ടാണ് ഈ അദാനി കാർഡ് ഇറക്കിയിരിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഹീസ് ഗോയിങ്. ഇൻഫാക്റ്റ് മുംബൈ നഗരം, അവിടെ ഈ അദാനി കാർഡൊന്നും ഇറക്കിയാലൊന്നും പറ്റില്ല. കുറച്ചല്ല, സാമാന്യം ഹൈലി അർബനൈസ്ഡ് ആയിട്ടുള്ള ഏരിയ അല്ലേ മുംബൈ നഗരം എന്ന് പറയുന്നത്. അവിടെ കുറച്ചുകൂടെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രയോഗങ്ങളുണ്ടെങ്കിൽ പറ്റുള്ളൂ. മൊത്തത്തിൽ ദേ ഹാവ് ലോസ്റ്റ്.